പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ കേരളത്തിലെ DGP റവാഡ ചന്ദ്രശേഖർ, കൊച്ചിയിലെ അതായത് എറണാകുളം കളക്ടർ ഉണ്ടായിരുന്നു, കൂടാതെ മേയർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, BJPയുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ഒരു ഒഫീഷ്യൽ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ധരിച്ചിട്ടാണ് DGPയും മേയറും കളക്ടറും ഉൾപ്പെടെയുള്ളവർ മോദിയെ സ്വീകരിക്കാനായിട്ട് എത്തിയത്. അത് SBG കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡാണ്. ഈ കാർഡ് ധരിച്ചിട്ട് വേണം പ്രധാനമന്ത്രി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളത്. അത് ആദ്യമേ തന്നെ SBG പറഞ്ഞിട്ടുള്ളതാണ്. കൂടാതെ എന്തെങ്കിലുമൊക്കെ തരത്തിലൊരു സംശയം തോന്നുമ്പോൾ, അല്ലെങ്കിൽ VVIP ആയിരുന്നാലും മന്ത്രിയായിരുന്നാലും MLA ആയിരുന്നാലും SBG ഉദ്യോഗസ്ഥർ കാർഡ് വാങ്ങിച്ച് നോക്കും. അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് വാങ്ങിച്ച് ഇയാളാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മോദിയുടെ അടുത്തേക്ക് കടത്തിവിടുകയുള്ളൂ. അത് SBGയുടെ ഒരു സുരക്ഷാ വലയമാണ്. അത് ചോദ്യം ചെയ്യാനോ അതിലൊരു മാറ്റം വരുത്താനോ SBGക്ക് അല്ലാതെ വേറെ ആർക്കും അധികാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഈ കേരള മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കില്ല.